തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണവും ചികിത്സയും നൽകി സംരക്ഷിക്കുന്ന മൃഗസ്നേഹികളുടെ കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു. കോട്ടയം വൈക്കത്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലുള്ള അത്യപൂർവ അഗതി മന്ദിരം പ്രവർത്തിക്കുന്നത്. പരുക്കുപറ്റിയ നായ്ക്കളെ ചികിത്സിച്ച് ഭേദമാക്കി ആവശ്യക്കാർക്ക് കൈമാറുകയാണ് ഇവിടുത്തെ രീതി. തെരുവുനായ്ക്കളെ കൊന്ന് കെട്ടിത്തൂക്കി പൊതുനിരത്തിലൂടെ പ്രകടനം നടത്തുന്ന മൃഗീയതയുടെ നാട്ടിലാണ് മനുഷ്യത്വത്തിന്റെ ഈ വേറിട്ട കാഴ്ച. ആയുസിന്റെ ഭൂരിഭാഗവും മനുഷ്യർക്കായി ജീവിച്ചിട്ടും ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടതും മനുഷ്യരുടെ തന്നെ ക്രൂരതയാൽ ഗുരുതര പരിക്കേറ്റതുമായ 200-ലധികം നായ്ക്കളാണ് ഗോഡ്സ് ഓൺ കൺട്രിയിലുള്ളത്. ചികിത്സയും ഭക്ഷണവും പരിചരണവും നൽകി പരിപാലിക്കാൻ മണിയും കുടുംബവും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. കോട്ടയം സ്വദേശികളായ രാംദേവ്, ഗോവിന്ദ്, ഡോക്ടർ ബിജു എന്നിവരാണ് തെരുവുനായ്ക്കളെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത്. റോഡിൽ നടക്കുന്ന പട്ടികളെല്ലാം തന്നെ പരിക്കുകളും അസുഖങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത്, അതായത് അൺവാണ്ടഡ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ സ്ട്രേ ഡോഗ്സ് ഉണ്ടാകുന്നത്, സ്റ്റെറിലൈസ് ചെയ്ത് എന്തുകൊണ്ട് തന്നെ വീണ്ടും അഡോപ്റ്റ് ചെയ്യിപ്പിക്കാൻ മേല എന്നൊരു ആലോചന ഉണ്ടായി. അങ്ങനെയാണ് ഈ ഒരു സംരംഭത്തിലോട്ട് എത്തുന്നത്. വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കുട്ടികളെയോ മൃഗങ്ങളെയോ കണ്ടാൽ ആളുകൾ ഇവരുടെ ഫേസ്ബുക്ക് പേജായ ഫ്രണ്ട്സ് ഓഫ് ആനിമൽസിലേക്ക് സന്ദേശം അയക്കും. പൂർണ്ണ ആരോഗ്യമെത്തിയാൽ വന്ധ്യംകരിച്ച് ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നൽകുകയാണ് പതിവ്. അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അറിഞ്ഞു വരുന്ന നമ്മുടെ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് പൊതുവേ നല്ലൊരു ഔട്ട്ലുക്കാണ്. ഇങ്ങനൊരു മാർഗവും കൂടെ അതിനുണ്ട്. അല്ലാതെ തെരുവ് പട്ടികളെ കൊല്ലുകയല്ല, അതിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കൂടെ നിൽക്കുന്നു. നായ്ക്കളെ താമസിപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ ഒരാളും സ്ഥലം നൽകാത്തതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വീടിന് വാടകയടക്കം 1 ലക്ഷത്തോളം രൂപയാണ് മാസം തോറും കണ്ടെത്തേണ്ടത്. സമാന മനസ്കർ തങ്ങൾക്കൊപ്പം ചേർന്നാൽ നാട്ടിലെ രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണിവർ. ക്യാമറമാൻ അരവിന്ദ് നന്ദിയാപറമ്പലിനൊപ്പം മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.